ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ഗോബി മഞ്ചൂരിയൻ ചെയ്ത് നോക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്കിത് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോബി മഞ്ചൂരിയനാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കോളിഫ്ലവർ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അടർത്തിയെടുത്തിട്ട് കഴുകി വെച്ചേക്കുവാണ്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, സവോള, വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ്, കോൺഫ്ലവറും മൈദയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോസുകളും വേണം. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ഇതുപോലെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് അത് ഒരു 1-2 മിനിറ്റ് ഇതിലൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ഇത് കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ആവാനും നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് എളുപ്പമാകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ മാറ്റി. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഓൾ പർപ്പസ് ഫ്ലോറും 3 ടേബിൾ സ്പൂണോളം കോൺ സ്റ്റാർച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുരുമുളക് പൊടി ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കോളിഫ്ലവറിന് ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീനാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ആക്കി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂണോളം കോൺഫ്ലവറും 1 ടീസ്പൂണോളം ഓൾ പർപ്പസ് ഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കോൺഫ്ലവർ തന്നെയോ ഓൾ പർപ്പസ് ഫ്ലോർ തന്നെയോ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ഞാനിതൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് എണ്ണ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഞാൻ ഈ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ഗാർലിക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഹാഫ് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ഇടാം. ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പെപ്പർ പൗഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഗ്രീൻ ചില്ലി സോസും 2 ടീസ്പൂണോളം ചില്ലി സോസും ഒരു 1.5 ടീസ്പൂണോളം സോയ സോസും ചേർക്കുന്നുണ്ട്. ഇത് ലൈറ്റ് സോയ സോസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് സോയ സോസ് ചേർക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം വിനെഗറും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടി ഉള്ളതാണ് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനൊരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് എനിക്ക് വേണ്ടിയത്. അതുകൊണ്ട് ഞാനൊരു ഹാഫ് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺ സ്റ്റാർച്ച് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം ഇത് ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫ്ലെയിം ടേൺ ഓഫ് ചെയ്യാം. എന്നിട്ട് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഇട്ട് കൊടുക്കാം. അപ്പം കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഒരു കോളിഫ്ലവർ മഞ്ചൂരിയൻ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ ചെയ്തെടുക്കാൻ പറ്റും. ടേസ്റ്റിയാണ്, ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.